രമേശ് ചെന്നിത്തല തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി നീട്ടണമെന്നതൊരു പൊതുവായ ആവശ്യമായിരുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചത്തേക്കെങ്കിലും ഇപ്പോൾ വന്ന ഷെഡ്യൂൾ അനുസരിച്ച് പരിശോധിക്കുമ്പോൾ ഒരാഴ്ച കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയപരിധി ഒരാഴ്ചത്തേക്ക് നീട്ടിയെന്താണ് മനസ്സിലാകുന്നത്. അങ്ങയുടെ പ്രതികരണം എന്താണ്? അല്ല, ഇത് നമ്മുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമല്ല. ഇത് ഇവർക്ക് ബിഎൽഒമാർക്ക് ഇത് ഏതാണ്ട് 60% സ്ഥലത്ത് മാത്രമേ ഇത് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി 30-40% വീടുകൾ വെറുതെ കിടക്കുകയാണ്. അപ്പൊ ഈ നേരത്തെ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ഒരിക്കലും ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ ബോധ്യപ്പെടുക കൂടി ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞെന്താ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തുടങ്ങാം. നമ്മളാരും ഇതിനെതിരല്ലോ. അപ്പൊ അല്ലാതെ എല്ലാ പ്രവർത്തകരും നേതാക്കളും എല്ലാ പാർട്ടിയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയല്ലേ, അവർക്ക് എവിടെയോ സമയം കിട്ടും. അപ്പൊ അതുകൊണ്ട് അന്ന് തന്നെ നമ്മൾ പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നടത്താം. പക്ഷെ അവർ സമ്മതിച്ചില്ല. ഏതായാലും അവർക്ക് തന്നെ ഇപ്പം ബോധോദയം ഉണ്ടായതിന് സന്തോഷമുണ്ട്. ഒരാഴ്ച നീട്ടി, ഇനി നീട്ടേണ്ടി വരുമോ എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ള ആശങ്ക. അല്ല, ഒരുപക്ഷെ നീട്ടേണ്ടി വന്നേക്കാം അല്ലേ? ഇപ്പോഴത്തെ ഈ കണക്കുകളൊക്കെ കേൾക്കുമ്പോൾ നീട്ടേണ്ടി വന്നേക്കാം. ജോലി സമ്മർദ്ദം വലിയ തോതിൽ വീണ്ടും നീട്ടേണ്ടി വന്നേക്കാം എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ പറയുന്നത്, ഞാൻ ഉറങ്ങിയിട്ട് 3 മാസമായി. ഡോക്ടർ രക്തൻ ബി കേൽക്കർ പറയുകയാണ്. അതുപോലെയാണ് മറ്റുദ്യോഗസ്ഥരുടെ അവസ്ഥ. ഇപ്പോൾ വലിയ സാങ്കേതിക പരിജ്ഞാനമൊക്കെ ഉള്ള ആളുകൾ, ഓൺലൈനിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ നന്നായി അറിയുന്ന ആളുകളൊക്കെ വളരെ കോർഡിനേറ്റഡായി വർക്ക് ചെയ്യാൻ കഴിയുന്ന, അതൊക്കെ വളരെ അപൂർവമാണല്ലോ. അങ്ങനെ അറിയുന്ന ആളുകളൊക്കെ വേഗത്തിൽ ജോലി പൂർത്തീകരിച്ചിരിക്കാം. പക്ഷേ സ്ഥലം, സാഹചര്യം, കാലാവസ്ഥ, തിരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷം, അതെല്ലാം വലിയ പ്രതിസന്ധിയില്ലേ? അപ്പോൾ കുറെ കൂടി സാവകാശം വേണ്ടി വരുമായിരിക്കും അല്ലേ? വേണ്ടി വരുമായിരിക്കും, ഉറപ്പായിട്ട് വേണ്ടി വരും. കാരണം ഈ കൽക്കറ ഓഫീസിൽ ഇരുന്നുകൊണ്ടായി ചെയ്യുന്നത്. മറ്റുള്ളവര് വീടാൻ കയറുകയാണ്. ഒന്നാമത് പല വീട്ടിലും പഞ്ചായത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് ആളുകൾ ഇല്ല, അല്ലെങ്കിൽ ആളുകൾ ആ ഇലക്ഷൻ പ്രവർത്തനത്തിന് പോകും. അവിടെ ഒന്നും ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഓരോ പൗരന്റെയും അവകാശമാണ് അവന്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് കുറച്ചുകൂടെ നീട്ടിയാൽ നല്ലതായിരിക്കും. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. അങ്ങയുടെ ഒരു കാര്യം വ്യക്തമായി ചോദിച്ചോട്ടെ, അങ്ങയുടെ വോട്ട് അവിടെ നാട്ടിൽ തന്നെയല്ലേ? അവിടെ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വന്നിരുന്നോ? രേഖകൾ ആവശ്യപ്പെട്ടിരുന്നോ? അങ്ങയുമായി ഫോം തന്നിരുന്നു, പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ശരി. എന്റെ മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു 7-8 ബൂത്തുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങള് BLA-മാരോട് ചേർന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നന്ദി ശ്രീ രമേശ് ചെന്നിത്തല. ഈ തിരക്കിനിടയിൽ, അങ്ങ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിനിടയിലും SVR-മായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം.